മെസ്സി വന്നാലും ഇല്ലെങ്കിലും കേരളത്തിൽ നിന്ന് ഒരു മെസ്സിയെ വളർത്തിയെടുക്കുകയാണ് കായിക വകുപ്പിന്റെ ലക്ഷ്യമെന്ന് കായികമന്ത്രി ഒ.ജെ. ജനീഷ്. ചെറുപ്പക്കാർ കളിക്കളങ്ങളിൽ നിന്ന് അകന്നുപോയ ഒരു സാഹചര്യമാണ് ഉള്ളതെന്നും പുതിയ കായിക നയം പ്രഖ്യാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതിയ കളിക്കളങ്ങൾ ഉണ്ടാക്കി ചെറുപ്പക്കാരെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമവും കായിക മേഖലയിൽ സോഷ്യൽ ഓഡിറ്റിംഗും നടത്തും. സ്പോർട്സ് കൗൺസിലിൽ കുറേയേറെ പോരായ്മകളുണ്ട്, അതെല്ലാം മാറ്റിയെടുക്കും. ഗ്രാമങ്ങളിൽ കുട്ടികൾക്ക് അവസരമൊരുക്കി കൊടുക്കുകയാണ് പ്രാഥമിക പരിഗണനയെന്നും മന്ത്രി പറഞ്ഞു. കായിക രംഗത്ത് കൂടുതൽ CSR ഫണ്ടുകൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തും. യൂത്ത് ക്ലബ്ബുകൾ ഇന്ന് സജീവമല്ല. പുതിയ തലമുറയെ ആകർഷിക്കുന്ന വിധത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണെങ്കിലും പെൻഷൻ പ്രായം ഉയർത്തരുതെന്ന യൂത്ത് കോൺഗ്രസ് മുൻ നിലപാടിൽ മാറ്റമില്ല. അങ്ങനെ ഒരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. പെൻഷൻ പ്രായം ഉയർത്തുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ സർക്കാരിന് മുമ്പിലുള്ള ചില മാർഗങ്ങൾ എന്ന നിലയ്ക്കാണ്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാനാണെങ്കിൽ കൂടി പെൻഷൻ പ്രായം ഉയർത്തുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് യൂത്ത് കോൺഗ്രസിനുള്ളത്. അത് ഇപ്പോഴത്തെ നിലപാടല്ല, അത് കാലങ്ങളായി തുടർന്ന് വരുന്ന നിലപാടാണ്. ആ നിലപാട് ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് കഴിഞ്ഞ ഗവൺമെന്റിനെതിരെ സമരം നടത്തിയത്. കഴിഞ്ഞ ഗവൺമെന്റ് പെൻഷൻ പ്രായം ഉയർത്തിയ ഗവൺമെന്റാണ്. ഇന്നിപ്പോൾ DYFI മറുപടി പറയുന്നത് എനിക്കറിയില്ല. കഴിഞ്ഞ ഗവൺമെന്റ് പെൻഷൻ പ്രായം ഉയർത്തിയ ഗവൺമെന്റാണ്. ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ആയുഷിൽ, നോർക്കയിൽ, ഔഷധിയിൽ, പിന്നെ അങ്ങനെയുള്ള പൊതുമേഖലാ സ്ഥാപനം, കേരള ഫീഡ്സ് ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ റിട്ടയർമെന്റ് പ്രായം 58 നിന്ന് 60 വയസ്സാക്കി ഉയർത്തിയ ഗവൺമെന്റാണ് കഴിഞ്ഞ ഗവൺമെന്റ്. അന്ന് അങ്ങനെ 150 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പെൻഷൻ പ്രായം ഉയർത്താനാണ് ശ്രമിച്ചത്. അങ്ങനെയാണെങ്കിൽ 35,000 തൊഴിലവസരങ്ങൾ തട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തിയതാണ് കഴിഞ്ഞ ഗവൺമെന്റ് ഇപ്പോൾ മാറി ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നത്. അതിൽ യൂത്ത് കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച നിലപാടിനോട് കേരളത്തിലെ പൊതുസമൂഹം പ്രതികരിച്ച് വളരെ പോസിറ്റീവായി തന്നെയാണ്. അതുകൊണ്ട് ആ നിലപാടിൽ യൂത്ത് കോൺഗ്രസ് മാറ്റില്ല. അത്തരം നിലപാടിലേക്ക് സർക്കാർ പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കായിക മേഖലയിൽ കേന്ദ്ര ഫണ്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തും. രജിസ്ട്രേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ട് നിലവിലെ ഫെയർ വാല്യൂവിൽ ഒരുപാട് അശാസ്ത്രീയതയുണ്ട്, അത് പരിശോധിക്കും. ഇപ്പോൾ വനം വകുപ്പിന്റെ കീഴിലുള്ള പുത്തൂർ സുവോളജിക്കൽ പാർക്ക് സൂ വകുപ്പിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പ്രസ് ക്ലബ് പ്രസിഡന്റ് MB ബാബു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ, B സതീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് തൃശൂർ പ്രസ് ക്ലബ് സംഘടിപ്പിക്കുന്ന ഗോളാരവം സെലിബ്രിറ്റി ഫുട്ബോൾ ലീഗിന്റെ പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു. TCV തൃശൂർ.